1933 കേരളത്തിൽ സ്ഥാപിതമായ ധന്വന്തരി ആയുർവേദ ഇവിടെ UAE എത്തിയിരിക്കുകയാണ്. ആധികാരികമായ ചികിത്സകൾക്കും ഗുണമേന്മയുള്ള ഔഷധങ്ങൾക്കും പേരുകേട്ട 93 വർഷത്തെ പാരമ്പര്യമുള്ള ധന്വന്തരി ആയുർവേദ ബർദുബായിൽ വളരെ വിജയകരമായി പ്രവർത്തിക്കുന്ന ആയുർ സത്യ ആയുർവേദയെ ഏറ്റെടുത്ത് ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു. ധന്വന്തരി ഗ്ലോബൽ എന്ന ലക്ഷ്യത്തോടുകൂടി ദുബായിൽ തുടങ്ങിയ സെന്റർ 2026 ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, ഫിലിപ്പീൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്നും ധന്വന്തരി ആയുർവേദയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സതീഷ് നമ്പൂതിരിപ്പാട് അറിയിച്ചു. മെഡിക്കൽ ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ സത്യ കെ പിള്ള ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ആയുർവേദത്തിൽ അതിനുള്ള ചികിത്സാ രീതികളെക്കുറിച്ചും സംസാരിച്ചു. നമ്മളിൽ പലർക്കും ശരിക്കും കാലില് വേദനയും കഴപ്പും ഒക്കെ ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് ഡയബറ്റിക് ഉള്ളവർക്ക്. അപ്പോൾ നമുക്ക് ചെറിയ പെരുപ്പായിരിക്കും, ചിലപ്പോൾ ഒരു കഴപ്പായിരിക്കും, വിട്ടുവിട്ടുള്ള വേദനയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യും. നമ്മൾ ഡയബറ്റിക് കൺട്രോൾ ചെയ്യും, മറ്റത് അല്ല കാലിൻ്റെ വേദനയോ അല്ലെങ്കിൽ ഇതാണെന്ന് വിചാരിച്ചു പോകും. പക്ഷേ അത് നമ്മുടെ ഡയബറ്റിക് ഇപ്പം ന്യൂലി ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ പോലും ഒരു 5 വർഷമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടാണ് നമുക്ക് ഈ നെർവിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറവുണ്ടോ, കാലിലേക്ക് ഞരമ്പുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ വേറെ എന്തെങ്കിലും കോസാണോ, അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടുപിടിക്കണം. ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് വരുമ്പോൾ ഡയബറ്റിക് കൺട്രോളിലാണോ നോക്കും, എന്നിട്ട് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ ബ്ലഡ് ഷുഗർ അല്ല. അപ്പോൾ റെസിസ്റ്റൻസ് എത്രത്തോളം മരുന്ന് കൊണ്ടാണ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്, അത്രത്തോളം കേടാണത്. അപ്പം നമുക്ക് ആ ബ്ലഡ് ഷുഗർ റെസിസ്റ്റൻസ് കുറച്ച് മിനിമൽ മെഡിസിൻസിൽ മാക്സിമം എഫക്റ്റിൽ കോംപ്ലിക്കേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യണം. അത് നെർവ്സിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, നെർവ്സിന് എഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്, പെരിഫറൽ ന്യൂറോപ്പതി, എസ്പെഷ്യലി കാലിലേക്കുള്ള പെരുപ്പ്, കാലിലേക്കുള്ള ഞരമ്പുകൾക്കുള്ള കഴപ്പ്, ഇതെല്ലാം നമ്മൾ അസസ് ചെയ്ത്, നമ്മൾ അനലൈസ് ചെയ്ത്, സ്കാൻ ചെയ്ത് അതിനകത്ത് നമ്മൾ സ്കോർ എടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. റെജുവിനേറ്റ് ചെയ്ത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും, നെർവിനെ എഫക്റ്റ് ചെയ്യാതെ. അപ്പോൾ അതിനു വേണ്ടുന്ന റിവേഴ്സൽ നമ്മൾ ചെയ്തിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എല്ലാം നശിച്ചതിന് ശേഷം പിന്നെ ഒരു ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലർക്കും അറിയാം, കാലിന് ഭയങ്കര ഭാരമായിരിക്കും, നടക്കുമ്പോഴത്തേക്ക് പ്രയാസം വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് ഇത് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ്. ധന്വന്തരി UAE മാനേജിംഗ് ഡയറക്ടർ മുരളീധരൻ ഏകരൂൽ, ധന്വന്തരി വൈദ്യശാലയുടെ അഡ്മിനും AGMുമായ മിസസ് സ്വാതി, മാനേജർ ആൻഡ് ഇൻചാർജ് ഓഫ് ധന്വന്തരി വൈദ്യശാലാസ് ബർദുബായ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഫെസിലിറ്റി ഡോക്ടർ ജെയ്സാം അബ്ദുള്ള തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.